ഒരു വിഷമമില്ല. ഇടമുറ്റത്തെ സീഡിയിൽ ഉസ്താദ് സമ്മതിക്കുന്നില്ല. ഉസ്താദ് പറഞ്ഞു അങ്ങനെ തന്നെയാണ് ഉമർ മൗലവിയും പറഞ്ഞതെന്ന. പക്ഷേ ഉസ്താദ് ഇപ്പം പദം മാറ്റേണ്ടത് ഇവിടെ സമ്മതിച്ചത്. അൽഹംദുലില്ലാ, ഞാൻ 1000 വട്ടം അല്ലാഹു സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ, 10,000 വട്ടം ഞാൻ അല്ലാഹു സ്തുതിക്കുന്നു. എന്ത് ഞങ്ങളെ പറ്റി ഞങ്ങൾ ഇതിന് ഇല്ലാത്തൊരു സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാം എന്ന് എഴുതിയിരിക്കുന്നു എന്ന് അവിടുന്ന് സക്കറിയ സലാഹി പ്രഖ്യാപിക്കുകയും അത് വായിക്കാൻ വേണ്ടി പറഞ്ഞ് ഞാൻ വായിക്കൂല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. ഇവിടെ വെച്ചിട്ടെങ്കിലും നിങ്ങളെ കൊണ്ടത് തിരുത്തിക്കാൻ കഴിഞ്ഞല്ലോ. 10,000 തവണ അൽഹംദുലില്ലാ. നമ്മളെ വ്യത്യാസം പറയുന്നത്. ഉസ്താദ് ബാക്കി തീർത്ത് വായിച്ചില്ല. ഉസ്താദ് വായിച്ചത് നമ്മൾ ലേഖനം വായിക്കുന്ന ഇടമുട്ടത്ത് നിങ്ങൾ സക്കറിയ സലാഹിയോട് പറഞ്ഞു മുഴുവൻ വായിക്കണം. അതല്ല പറഞ്ഞത്. നിങ്ങൾ ഇതിന്റെ പ്രശ്നമുണ്ടല്ലോ, ഹറാമായേക്കാ അത് നിങ്ങൾ മൂടി വെച്ചു. അതാ ഞങ്ങളെ പ്രശ്നം. അത് വായിക്കാനാ പറഞ്ഞത്. നിങ്ങൾ മുഴുവൻ വായിച്ച ഈ ലേഖനം 4 പേജുണ്ട്. ഇതെല്ലാം കൂടി വായിക്കാൻ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താക്കും ഇവിടെ ഒഴിഞ്ഞിരിക്കാൻ. ഇത് അങ്ങനെ വായിക്കാം. ഈ ആളുകൾ അതിന് വട്ടം കിടക്കേണ്ടതില്ല. നമ്മളെ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ ഒന്ന് നമ്മൾ സുജൂദ് ചെയ്യാൻ പറ്റൂലേ, ഹറാമാണോ അല്ലേ, സൽസബിയിൽ എന്ത് പറഞ്ഞു, ഇതൊക്കെ നമ്മൾ അത് 3 വായിച്ചിട്ട് അതിന്റെ വർത്താനം. അത് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ വായിച്ചില്ലാന്ന് പറയാണോ ഞാൻ തലക്കുന്ന ഇനിയും വായിക്കും. നമുക്ക് യാതൊരു പേടിയില്ല. നിങ്ങൾ ആ പെട്ടത് ഇപ്പൊ പറഞ്ഞില്ല. പോട്ടെ. വിഗ്രഹത്തിന് സുജൂദായിട്ട് തന്നെയാണോ അങ്ങനെ കിടന്നത്, അഥവാ വേറെ വല്ല നിലയിലാണോ എന്നൊരു അന്വേഷണം നടത്തേണ്ടതാണ് എന്ന് ഉമർ മൗലവി എഴുതാനുള്ള കാരണം എന്താണെന്നറിയോ? അങ്ങനെയാണെങ്കിൽ അത് ശിർക്ക് തന്നെയാണ് എന്ന് പറയാം. അല്ല കുട്ടി, നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അങ്ങനെ ഒരു അന്വേഷണ കമ്മീഷൻ നടത്തിയല്ല വേണ്ടത്. വിഗ്രഹത്തിന്റെ മുമ്പിൽ സുജൂദ് കിടക്കുന്നത് കണ്ടാൽ വേഗം ഒരു അന്വേഷണ കമ്മീഷനെ വെക്കല്ല. ഇസ്ലാമിക ശരീഅത്ത് പറയുന്നു കാഫിറാണെന്ന് വിധി എഴുതണമെന്ന. നിങ്ങളെ ഉമർ മൗലവിക്കും നിങ്ങൾക്കും കഥയില്ലാത്തതിൽ ഞാനെന്ത് പിഴച്ചു? ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 9ാമത്തെ വാല്യം എടുത്ത് പരിശോധിച്ച് നോക്ക്. കിതാബ് ഇദ്ദത്ത് നോക്ക്. അവിടെ അന്വേഷണ കമ്മീഷനെ വെക്കണം എന്നല്ല പറയുന്നത്. യുഹ്കമു ബികുഫ്രിഹി, അവൻ കാഫിറാണ് എന്ന് വിധി പ്രഖ്യാപിക്കുന്ന ഉമർ മൗലവിയെ താങ്ങണ്ട. സഫാഹത്താണ് അയാളാ പറഞ്ഞത്, വിഡിത്തമാണ് അയാളാ പറഞ്ഞത്. വിവരമില്ലാത്ത കഥയാണ്. അത് നിങ്ങൾ ഓർക്കണം. അപ്പൊ അതുകൊണ്ട് നാരിയവനെ പേറിയാൽ പേറിയവൻ നാറും എന്നുള്ള കഥ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്.